എബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു 8 പോയിന്റ്സ്, 8 ചെക്ക് ലിസ്റ്റ് പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താലും നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ ആൻഡ് റെക്കഗ്നീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്നുണ്ടെങ്കിലും അത് WDOMSന്റെ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ആ രാജ്യത്തെ മെഡിക്കൽ റെഗുലേറ്ററിയുടെ റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി ഒരു 4000-ലധികം മെഡിക്കൽ സ്കൂൾസ് WDOMSന്റെ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. WDOMSന്റെ ലിസ്റ്റിൽ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാ രാജ്യത്തും പ്രാക്ടീസിന് ഓട്ടോമാറ്റിക് റെക്കഗ്നീഷൻ ആണ് എന്നൊരു മീനിങ് ഇല്ല. ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പ്ലസ് NMCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, റെപ്യൂട്ടേഷൻ ആൻഡ് അക്കാഡമിക് ക്വാളിറ്റി ഒക്കെ. ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് മുന്നായി QS, THE പോലുള്ള ഗ്ലോബൽ സബ്ജക്ട് റാങ്കിങ്സ് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ആൻഡ് അക്കാഡമിക് സ്ട്രെങ്ത് മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്പർ 1 റാങ്കുള്ള യൂണിവേഴ്സിറ്റി അല്ല, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. QS പോലുള്ള ഗ്ലോബൽ റാങ്കിങ് ബോഡീസ് 2025 മെഡിസിൻ സബ്ജക്ട് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് 850-ലധികം യൂണിവേഴ്സിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്കിങ് നോക്കുമ്പോൾ നമ്മൾ ഓവറോൾ റാങ്കിങ് അല്ല, മെഡിസിൻ സബ്ജക്റ്റിന്റെ റാങ്കിങ് കൂടെ നോക്കണം. അതുപോലെ യൂണിവേഴ്സിറ്റി റിസർച്ച് ആക്ടിവിറ്റി, ഹോസ്പിറ്റൽ ടൈപ്സ്, അക്കാഡമിക് സ്ട്രെങ്ത് ഇതുകൂടെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ ക്രെഡിബിലിറ്റിയോ അക്കാഡമിക് ഫുട് പ്രിന്റോ ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റീസ് നമ്മൾ മാക്സിമം ചൂസ് ചെയ്യാണ്ടിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് യൂണിവേഴ്സിറ്റിയുടെ ലൈസൻസിങ് ഔട്ട്കം ആണ്. ഇന്ത്യയിലോട്ട് തിരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും ഇവൻച്വലി ഫേസ് ചെയ്യേണ്ട ഒന്നാണ് നെക്സ്റ്റ് അല്ലെങ്കിൽ FMGE എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ FMGE പാസ് റേറ്റ് എത്രയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ക്ലിനിക്കൽ എക്സ്പോഷർ. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ക്ലാസ് റൂം ലെക്ചേഴ്സ് കൊണ്ട് മാത്രം ഒരു ബെറ്റർ ഡോക്ടർ ആവാനായിട്ട് പറ്റില്ല. നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കൂടെ വേണം. അപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3rd ഇയർ തൊട്ടെങ്കിലും നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആക്ച്വൽ ബെഡ് സൈഡ് ട്രെയിനിങ്, അഫിലിയേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ടീച്ചിങ് ഹോസ്പിറ്റൽസ് എല്ലാം ഇവർക്കുണ്ടാവും. ബിക്കോസ് പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡോക്ടർ ആവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പോയിന്റ് യൂണിവേഴ്സിറ്റിയുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫാക്കൽറ്റിയുടെ കേസാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് തന്നെയാണ് എന്നുള്ളത് എൻഷുർ ചെയ്യണം. ലാബ്സ്, എക്സാംസ്, ബുക്സ്, ക്ലാസ് ഇതെല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം. നമുക്ക് ക്ലിനിക്കലിൻ്റെ ടൈമിൽ പേഷ്യൻ്റ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ലോക്കൽ ലാംഗ്വേജിൻ്റെ യൂസ് വരുന്നുണ്ട്. ബട്ട് നമ്മളൊരു ആദ്യ വർഷങ്ങളിൽ തന്നെ മിക്ക യൂണിവേഴ്സിറ്റീസിലും ലോക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ഫാക്കൽറ്റീസ് USMLE ക്വാളിഫൈഡ് ആണെന്നുള്ളത് കൂടെ എൻഷുർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി റേഷ്യോ എത്രയാണെന്നുള്ളത് കൂടെ നോക്കണം. മിക്ക രാജ്യങ്ങളിലും അത് 1:20 ആയിരിക്കും. എങ്കിലും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ്, ലിവിങ് എക്സ്പെൻസ്, ഹിഡൻ ചാർജസ് ഇതെല്ലാമാണ്. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റഫ് എമൗണ്ട് ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും കിട്ടുക. ബട്ട് ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ ഫീ ഷീറ്റ്സ് എപ്പോഴും ആ ഒരു രാജ്യത്തിൻ്റെ ഓൺ കറൻസിയിൽ തന്നെ നോക്കുക. ഏഴാമത്തെ പോയിന്റ് ക്യാമ്പസ് ലൈഫ് ആൻഡ് സേഫ്റ്റി ആണ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി ഏത് തന്നെ ആയിരുന്നാലും മിനിമം ഒരു 5 to 6 ഇയേഴ്സ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ക്യാമ്പസ് ലൈഫ് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഹോസ്റ്റൽ ലൈഫ്, അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മെഡിക്കൽ കവറേജ്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ റെക്കഗ്നീഷൻ ആൻഡ് ഗ്രാജുവേഷൻ പാത്വേ ആണ്. അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതേ രാജ്യത്ത് തന്നെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണം. ഇത് നമ്മുടെ NMCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അതെന്തായാലും മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. മാത്രമല്ല, നിങ്ങൾ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് ഈ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഏരിയാസിലെല്ലാം യൂണിവേഴ്സിറ്റി സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. ബിക്കോസ് അറ്റ് ദി എൻഡ് നിങ്ങളുടെ ഈ ഒരു മെഡിക്കൽ ജേർണി സ്മൂത്ത് ആകണോ, സ്ട്രെസ്ഫുൾ ആകണോ എന്നുള്ളതെല്ലാം ഈ ഒരൊറ്റ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു റിസർച്ചും ഗൈഡൻസും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും കൺഫ്യൂസ്ഡ് ആയിരിക്കില്ല.